പല കാര്യങ്ങളും ആ സിനിമയിലൂടെ പഠിക്കാൻ പറ്റി, അറിയാൻ പറ്റി. എൻ്റെ ദുഃഖത്തിലും സന്തോഷത്തിലൊക്കെ പങ്കുചേർന്ന വർഷങ്ങളായിട്ട് കൂടെയുള്ള ഒരാളാണ്. ആ സിനിമ സ്പാ അഭിനയിച്ച ആള് മേജർ രവി. പോയോ? എന്നോട് നിർബന്ധിച്ച് കാണാൻ പറഞ്ഞതാണ് കുടുംബത്തോടൊപ്പം. ഞാൻ കുടുംബത്തോടൊപ്പം ഇരുന്ന് ആ പടം കണ്ടു തുടങ്ങി. പിന്നെ നിർബന്ധിച്ചു, ഞാൻ കണ്ടു. അറിയാത്തതും അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അതിൽ അറിയാനുണ്ടായിരുന്നു, മനസ്സിലാക്കി. അതിൽ എനിക്ക് കണ്ടതിൽ അടുത്ത കാലത്ത് കഴിഞ്ഞൊരു 10 വർഷത്തിൽ ഏറ്റവും മാസ് ഒരു ഇൻട്രോ അല്ലെങ്കിൽ എൻട്രി ഞാൻ കണ്ടതിൽ, തിയേറ്ററിലായിരുന്നു ഞാൻ ചിലപ്പോൾ ഇറങ്ങി എഴുന്നേറ്റ് കൈയടിച്ചു പോയത്. ഇവിടെ മൈനേഴ്സിന് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു വെടി ശബ്ദത്തോടുകൂടി മേജർ അങ്കിളുടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. അത് ഗംഭീരം എന്നല്ലാതെ എനിക്ക് അതിനപ്പുറം ഇല്ല. നിർബന്ധിച്ച് കാണിപ്പിച്ചോട്ട് ഞാനിത് പറഞ്ഞേ പറ്റൂ. താങ്ക് യു ഫോർ കമ്മിങ്. അടുത്തതായിട്ട് പടം കണ്ടല്ലേ? പടം കണ്ടു ഒരു ഹാപ്പി സന്തോഷമുണ്ട് അവിടെ. ഹാപ്പി എൻഡിങ്, ഒരു സന്തോഷം. പടം കണ്ടു സ്റ്റീവൻ പടം കണ്ടു. അടുത്തതായിട്ട് എടുത്തു പറയേണ്ട ഒരാള് 2019 ഞാനും അജുവും വിശാഖും കൂടെ നിർമ്മിച്ച സിനിമ, ഞാൻ ഡയറക്ട് ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമ ഇറങ്ങൂല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസം മുന്നേ വരെ, ഒരു തലേ ദിവസം വരെ പ്രശ്നമായിരുന്നു അല്ലേ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ പലപ്പോഴും ഒത്തുകൂടാറുള്ള സമയത്ത് ഞങ്ങൾ വളരെ നന്ദിയോടെ സ്മരിക്കുന്ന ഒരാളാണ് സന്ദീപ് ഏട്ടൻ. കാരണം എൻ്റെ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പടത്തിലൊരു ആനിമൽ സർട്ടിഫിക്കറ്റ്, ഞങ്ങൾ 2-3 പട്ടികളെ ഷോർട്സ് ഇട്ടപ്പോൾ അതിൽ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അത് ഡൽഹിയിൽ പോയിട്ട് വേണം ആ സർട്ടിഫിക്കറ്റ് എടുക്കാൻ. അങ്ങനെ സന്ദീപ് ഏട്ടൻ അന്ന് ഇറങ്ങി പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ അന്ന് ആ സിനിമ ഇറങ്ങില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞങ്ങളുടെ കൂടെ മത്സരിച്ച സിനിമകൾ എന്ന് പറയുന്നത് ഒന്ന് ലിസ്റ്റിൻ സ്റ്റീഫന്റെ ബ്രദേഴ്സ് ഡേ, മണിൻ രാജുവങ്ങളുടെ ഫൈനൽസ്, പിന്നെ അതോടൊപ്പം തന്നെ ആന്റണി ചേട്ടന്റെ ലാൽ സാറിന്റെ ഇട്ടിമാണ്. സന്ദീപ് ഏട്ടന് ലിസ്റ്റിൻ സ്റ്റീഫനോടുള്ള വെറുപ്പ് കൊണ്ടാണെന്ന് തോന്നുന്നു സന്ദീപ് ഏട്ടൻ ഇറങ്ങി പുറപ്പെട്ടു. എന്താണെന്ന് അറിയില്ല. സന്ദീപ് ഏട്ടൻ ഡൽഹിയിലേക്ക് പോകുന്നു, ഞങ്ങൾക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചു തരുന്നു. ഒരേ കമ്മിറ്റിയിലുള്ള ഒരേ അസോസിയേഷന്റെ ആൾക്കാർക്കിടയിലുള്ള എന്തോ പ്രശ്നം കൊണ്ടാവാം സന്ദീപ് ഏട്ടൻ ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തന്ന സന്ദീപ് ഏട്ടനെ ഈ അവസരത്തിൽ വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. അവിടെ നിങ്ങളല്ല, അത് അജു വർഗീസ് ആണ്. നിങ്ങൾ അവിടെ ഇരുന്നു, അത് അജു വർഗീസ് ആണെന്നുള്ള ഇത് മനസ്സിലാക്കുക. റോണി ചേട്ടൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ബിനാമിയോ നിങ്ങളുടെ ബിനാമിയാണോ? റോണി ചേട്ടൻ ഇപ്പോഴും ഒരു എസ് എന്നുള്ളൊരു ഷർട്ട് ഇട്ടിട്ടാണ് വന്നത്. അത് സൂപ്പർമാൻ അല്ല, അത് ശ്വേത ചേച്ചിയാണ്. ശ്വേത ചേച്ചി